ഇന്നലെ വരെ ഒരു മനുഷ്യനെ ഈ വർഗീയവാദികൾക്ക് തല്ലിക്കൊല്ലണമെങ്കിൽ അദ്ദേഹത്തിന്റെ കൈവശം ഇറച്ചിയോ പശുവോ ഉണ്ടായിരിക്കണമായിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ അത് വേണ്ട. കാരണം ഒരാളെ സംഘപരിവാർ തല്ലിക്കൊല്ലാൻ തീരുമാനിച്ചാൽ അദ്ദേഹം പാകിസ്ഥാൻ അനുകൂലിയാണെന്നും പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ തല്ലിക്കൊല്ലാം. നമുക്കറിയാവുന്നതുപോലെ അഖ്ലാഖ് എന്ന വ്യക്തിയാണ് ഇറച്ചി സൂക്ഷിച്ചതിന്റെ പേരിൽ ഈ സംഘപരിവാർ അനുകൂലികൾ തല്ലിക്കൊന്നത്. അന്ന് മതേതര രാജ്യത്ത് മതേതരത്വ ആളുകൾ ഒരുപാട് ചർച്ച ചെയ്തതുകൊണ്ടാണ് ആ പേര് ഇപ്പോഴും ഓർമ്മയുള്ളത്. പക്ഷെ അതിനുശേഷം ഒരുപാട് ആളുകളെ ഈ രീതിയിൽ തല്ലിക്കൊന്നപ്പോൾ മതേതര സമൂഹം അതിനനുസരിച്ച് പ്രതികരിച്ചില്ല. നമുക്ക് ഈ പേര് ഓർമ്മയുണ്ടാകണം. ഇന്നലെ മംഗലാപുരത്ത് മരണപ്പെട്ട അഷറഫ് ഒരു തുടക്കമാണ്. ഇതൊരു ടൂളാണ്. ഈ രാജ്യത്ത് ഇത്രയേറെ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാൻ ഈ വർഗീയവാദികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആരെയും തല്ലിക്കൊല്ലാൻ പാകത്തിൽ അത്രത്തോളം മനസ്സിൽ ഈ വർഗീയത കൊണ്ട് നടക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഈ രാജ്യത്ത് ഒരു സമൂഹത്തിന് ആയി എന്നുള്ളത് ദുഃഖകരമാണ്. എന്നിരുന്നാലും നമുക്ക് അറിയാവുന്നതുപോലെ ഇതിനെ പ്രതികരിച്ചില്ലെങ്കിൽ ഇനിയും അസർഫുമാരുണ്ടാകും. നമുക്ക് അഖ്ലാഖിന്റെ പേര് മാത്രം ഓർമ്മയുള്ളത് പോലെ പെഹലൂഖാനെയും ജുനൈദിനെയും മറന്ന പോലെ എല്ലാവരെയും മറക്കേണ്ട ഒരു ഗതികേടിലേക്ക് മതേതര ഇന്ത്യ മാറും എന്നുള്ളതാണ് ഇതിലെ ദുഃഖകരമായ കാര്യം. എന്നിരുന്നാലും നമ്മുടെ രാജ്യം നന്മയിലേക്കും പുരോഗതിയിലേക്കും നയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.